എമ്പുരാൻ എന്ന് പറഞ്ഞ ചിത്രത്തിൽ മമ്മൂക്കയുണ്ടോ എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും എല്ലാവരുടെ ഉത്തരം? എല്ലാവരും പല വിധത്തിലുള്ള ഉത്തരം പറയും. ചിലപ്പോൾ ഉണ്ടാവാം, ചിലപ്പോൾ ഇല്ലായിരിക്കാം, അങ്ങനെ പല ഉത്തരങ്ങളായിരിക്കും എല്ലാവരിൽ നിന്നും വരുന്നത്. പക്ഷേ മുരളി ഗോപി സാറ് പറയുന്ന ഒരു കാര്യമുണ്ട്. മുരളി ഗോപി സാറിനോട് ചോദിക്കുകയാണ്, ശബ്ദ സാന്നിധ്യമായിട്ടാണെങ്കിലും മമ്മൂക്ക ഈ ചിത്രത്തിൽ ഉണ്ടാകുമോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. അതൊന്ന് കേട്ടു നോക്കിയേ. ഒന്ന് കേട്ടു നോക്കിട്ടാ, എന്നിട്ട് പറ. ശബ്ദ സാന്നിധ്യമായിട്ടെങ്കിലും മമ്മൂക്ക സിനിമയ്ക്കകത്ത് ഉണ്ടാവുമോ? അല്ല, അതിനെക്കുറിച്ചൊന്നും ഞാൻ ഇപ്പൊ പറയുന്നില്ല. കേട്ടാ, അതിനെക്കുറിച്ചൊന്നും ഞാൻ ഇപ്പോൾ പറയുന്നില്ല. അതാണ് മുരളി ഗോപി സാർ പറഞ്ഞത്. അതായത് മമ്മൂക്ക ഈ ചിത്രത്തിൽ ഉണ്ടോ ഇല്ലേ ഒന്നൊരു തീരുമാനം ഒന്നും പറഞ്ഞില്ല. അതിനെക്കുറിച്ച് ഞാൻ ഇപ്പോൾ പറയുന്നില്ല. അതായത് പിന്നെ പറയാമെന്ന്. അതായത് ഇപ്പൊ ഞാൻ പറയുന്നില്ല, ചിത്രം ഒന്ന് ഇറങ്ങട്ടെ, അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വേണമെങ്കിൽ പറയാം. അതല്ല പുള്ളി ഉദ്ദേശിച്ചത്. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. എൻ്റെ അഭിപ്രായം മാത്രമാണ്. അപ്പൊ എന്തായാലും മമ്മൂക്ക ഉണ്ടാകും എന്നൊരു സൂചന ഇത്തിരി നമുക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു തോന്നൽ. കാരണം മമ്മൂക്കയും കൂടി എമ്പുരാനിൽ ഉണ്ടാവുകയാണെങ്കിൽ എന്തായിരിക്കും അല്ലേ? കാരണം അത്രയേറെ ഒരു മികച്ചൊരു കാഴ്ച തന്നെയായിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. കാരണം മോഹൻലാൽ സാറും പൃഥ്വിരാജിന്റെ സംവിധാനത്തിലൂടെ അവർ രണ്ടുപേരും കൂടി, മമ്മൂക്കയും മോഹൻലാലും കൂടിച്ചേരുന്ന ആ ഒരു കോംബോ ഉണ്ടല്ലോ, എൻ്റെ പൊന്നടവേ അടിപൊളിയായിരിക്കുള്ളൂ. ഒരു സൂപ്പർ സംഭവമായിരിക്കും. മുരളി ഗോപിയുടെ തൂലികയിൽ നിന്നും പിറന്നു വീണ ചിത്രമാണ് ടിയാൻ. 2017 ആ ചിത്രം പുറത്തു വന്നത്. ആ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് വേളയിലാണ് പൃഥ്വിരാജിനോട് മുരളി ഗോപി ലൂസിഫറിന്റെ കഥയെക്കുറിച്ച് ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞത്. അപ്പൊ പെട്ടെന്ന് തന്നെ അത് പൃഥ്വിരാജിന്റെ മനസ്സിലേക്ക് അങ്ങോട്ട് നിറഞ്ഞു കൊണ്ടു. പിന്നീട് 2019 നമ്മുടെ മനസ്സിലേക്ക് അങ്ങോട്ട് ഒരു ഇടിത്തീ പോലെ ലൂസിഫർ കടന്നു വന്നു. അതുപോലെ തന്നെ 2018 കമ്മാര സംഭവം എന്ന് പറഞ്ഞ ചിത്രവും കൂടി തിരക്കഥ ഒരുക്കിയായിരുന്നു നമ്മുടെ മുരളി ഗോപി സാറ്. പക്ഷെ ആ രണ്ട് ചിത്രങ്ങൾ, അതായത് ടിയാനും കമ്മാര സംഭവത്തിനേക്കാൾ നമ്മൾ കണ്ട ഒരു കാഴ്ചനേക്കാൾ വെറൈറ്റി ആയിരുന്നു ലൂസിഫറിൽ നമ്മൾ കണ്ടത്. അപ്പൊ ആ ലൂസിഫറിന്റെ തിരക്കഥ ഒരുക്കിയ, കാരണം തിരക്കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാര സംഭവമല്ല. അതിനൊരു സിനിമയുടെ സിനിമയുടെ ജീവൻ തന്നെ നിലനിർത്തുന്ന ഒരു മരുന്നാണ് തിരക്കഥ എന്ന് പറയുന്നത്, ഒരു ഔഷധമാണ്. അപ്പൊ ആ തിരക്കഥ ഒരുക്കുന്നതിൽ വിജയിച്ചു നിൽക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് മുരളി ഗോപി എന്ന ആ മനുഷ്യൻ. നടനായും തിരക്കഥാകൃത്തായും അദ്ദേഹം മലയാളികളുടെ മനസ്സിൽ അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ മനസ്സിലൊരു കാഴ്ചപ്പാടുണ്ട്, ഒരു കാഴ്ച ലോകമുണ്ട്. ആ ലോകത്തിനെ കൃത്യമായ രീതിയിൽ നമുക്ക് മുന്നിലേക്ക് വരച്ചിടുകയാണ് എമ്പുരാനിലൂടെ. അപ്പോൾ എമ്പുരാനിൽ മമ്മൂക്കയുണ്ടോ എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം ഇങ്ങനെയാണ് മറുപടി തന്നിരിക്കുന്നത്. എന്തായാലും മമ്മൂക്ക ഉണ്ടാവട്ടെ എന്ന് കൂടി നമ്മൾ ആശംസിക്കുകയാണ്. കാരണം മമ്മൂക്ക വരികയാണെങ്കിൽ അത്രയേറെ ഒരു മികച്ച ഒരു സംഭവം തന്നെയായിരിക്കും ആ സിനിമയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. ഒരു തീപ്പൊരി, കനൽ വിളയാട്ടം എന്നൊക്കെ പറയാം. ഒരു അടിപൊളി സംഭവമായിരിക്കുള്ളൂ. എന്തായാലും മലയാളികൾക്കൊരു മനസ്സിന്റെ ഒരു പുതുമ നിറഞ്ഞൊരു കാഴ്ച തന്നെയായിരിക്കും, ഒരു മനസ്സിന് സന്തോഷമായിരിക്കും. എന്തായാലും എമ്പുരാൻ വൻ വിജയമായി മാറട്ടെ, എമ്പുരാനിൽ മമ്മൂക്ക കടന്നു വരട്ടെ എന്നും കൂടി നമ്മൾ ആശംസിക്കുകയാണ്. അപ്പോൾ ഓക്കെ, ടാറ്റ, ബൈ.